എന്താണ് അച്ഛനിലൂടെ ഈശോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങളെ ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സിനെക്കുറിച്ച് ഈ നോൻപ് കാലത്ത് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചൊക്കെയാണ് ചിന്തിക്കേണ്ടത്. അല്ലാതെ എനിക്കപ്പോൾ കാനഡയിൽ പോകാൻ പറ്റും, എനിക്കപ്പോൾ ഫ്രാൻസിൽ പോകാൻ പറ്റും, എപ്പോഴാണ് എൻ്റെ ഓഫർ ലെറ്റർ വരുന്നത്, എപ്പോഴാണ് എൻ്റെ വിസ റെഡിയാകണത്, ഉടമ്പടി എടുത്തിട്ട് ഇത് തന്നെ ചിന്തയെങ്കിൽ ഈ ജന്മത്തിൽ സാധനം ശരിയാകാൻ പോണില്ല. കാര്യം നീ വയറ്റിപ്പഴപ്പാണെന്ന് കർത്താവിന് അറിയാൻ പറ്റും. ദൈവസ്നേഹം നിനക്കില്ല. ദൈവസ്നേഹമുള്ളവർ ദൈവത്തെക്കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്. എപ്പോഴും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. കാര്യം നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്ര സ്നേഹത്തോടെയാണ് ദൈവം നമ്മളെ കരുതണത്. നമുക്ക് കുരിശുരൂപത്തിൻ്റെ വെറുതെ ഇങ്ങനെ നോക്കിയാൽ മതി, നമ്മൾ ഇരുന്ന് കണ്ണ് നിറഞ്ഞു പോകും. അത്രയ്ക്ക് വലിയ അഗാധമാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. നോൻപ് കാലത്ത് ദൈവസ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് പാപത്തിന് അറിയാതെ തന്നെ മാനസാന്തരം നമുക്കുണ്ടാകും. കാര്യം നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ടാണല്ലോ അവൻ ക്രൂശിതനായെന്ന് ഓർക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തികളെക്കുറിച്ച് നമ്മൾ ആരായി, അത് സ്നേഹത്തിൻ്റെ പ്രവർത്തികളാണ്. പിന്നെ നമ്മുടെ മുമ്പിലൊരു ഓപ്ഷൻ എന്ന് പറയണത് ഈ ദൈവസ്നേഹത്തിന് പ്രതിവിധി ചെയ്യുക. ദൈവസ്നേഹത്തിന് പ്രതിവിധി ചെയ്യാനാണ് നമ്മൾ ഉടമ്പടിയിൽ കാരുണ്യ പ്രവർത്തികൾ ചെയ്യണത്. അപ്പോഴും നമ്മൾ ഓർത്തേക്കണം, ദൈവസ്നേഹത്തിൻ്റെ പ്രതിവിധിയാണ് ചെയ്യണത്. ചില ആൾക്കാർ പറയും, ഞാൻ ഉടമ്പടി പ്രത്യക്ഷീണ പ്രാർത്ഥന ചെയ്യില്ലേ, കാരുണ്യ പ്രവർത്തി ചെയ്തില്ല, ഉടമ്പടി പ്രത്യക്ഷീണ പ്രാർത്ഥന ചെയ്യില്ലേ, പരിശുദ്ധ പ്രവർത്തനം ചെയ്തില്ല. അപ്പം നമ്മൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്യില്ല. ഈ ചുണ്ടുകൊണ്ട് കാണിക്കണ കണക്കുണാന്നുള്ള പരിപാടിയൊക്കെ എളുപ്പമല്ലേ, വേറെ വീട്ടിലിരുന്ന് ചെയ്താൽ മതിയല്ല. അതുകൊണ്ടാണ് ഈ അനാട്ടമി നോക്കിയിട്ട് ഇനി ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഈ അൽത്താരെ പെട്ടുപോയത് നിങ്ങളുടെ ഗുണമാണ്. അല്ലെങ്കിൽ അനാട്ടമി നോക്കിയിട്ട് ഞാൻ പറയും ഈ സാധനത്തിന് ഉടമ്പടി എടുക്കാൻ കൊള്ളത്തില്ലെന്ന് പറയും. എന്ന് വെച്ചാൽ അവർ ബോഡി കാണാൻ പറയാൻ പറ്റും, ഇത് ഇരുന്ന പാട്ടിൽ എഴുന്നേക്കുക, ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുക, കണ്ണ് കണ്ടാൽ പറയാൻ പറ്റും ഇത് എടുത്ത് ചടക്കാരിയാണ്, മുൻകോപിയാണ്, ദൈവത്തിന് നിരക്കണ ജീവിതമാണ് എന്നൊക്കെ പെട്ടെന്ന് കണ്ടറിയാൻ പറ്റും. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എന്ത് തരക്കാരായാലും ഉടമ്പടി എടുക്കുമ്പോൾ ദൈവത്തോടാണ് ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ലെവൽ വരെ എത്താൻ വേണ്ടി നമ്മളെക്കൊണ്ട് കഴിയാവുന്നത് നമ്മൾ പ്രവർത്തിച്ചു വരുമ്പോഴാണ് ജീവിതം തന്നെ ഒരു ഉടമ്പടി തന്നെ ഒരു കുരിശിൻ്റെ വഴിയായിട്ട് കൺവേർട്ട് ചെയ്യണത്. നമുക്ക് സമയം നഷ്ടമുണ്ടാകും, ആരോഗ്യം നഷ്ടമുണ്ടാകും, നമുക്ക് നമ്മുടെ സൗകര്യങ്ങൾ നഷ്ടപ്പെടും. കൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ ക്രിസ്തുവുമായിട്ട് ഇടപെടാതിരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അത് വേറെ സംഭവമാണ്. നമ്മൾ കൊടുക്കാൻ, പങ്കുവെക്കാൻ ജീവിതമോ അല്ലെങ്കിൽ നമുക്കുള്ളതോ നമ്മുടെ സമയമോ നമ്മുടെ സന്തോഷമോ നമ്മൾ പങ്കുവെക്കാൻ തയ്യാറായില്ലെങ്കിൽ നമ്മളെ ക്രിസ്തു എന്നുള്ള ആ വലിയ ദൈവിക പദ്ധതിയുമായിട്ട് ഇടപഴകാതിരിക്കുന്നതായിരിക്കും നല്ലത്. അത്രയ്ക്ക് പ്രബൗണ്ടാണ് ഈ വിഷയം. ഞാൻ നിങ്ങളെ ഈ ഉടമ്പടിയിലൂടെ ഇത്രയും വലിയ അടയാളങ്ങളൊക്കെ ആൾക്കാർ കാണുമ്പോൾ എനിക്ക് വാസ്തവത്തിൽ ഇച്ഛാഭംഗം വരും. ചില സമയത്ത് സന്തോഷം വരും, എന്നാൽ ഇച്ഛാഭംഗം. കാര്യം മാതാവിനെ എല്ലാവരും തന്നെ കാണുന്നുണ്ട്, ഈശോനെ കാണുന്നുണ്ട്. ഇനി ഓരോരോ സ്ഥലങ്ങളിൽ ദൈവം സഞ്ചരിച്ച് നിങ്ങളുടെ ആവശ്യങ്ങളുടെ കൂടെ എത്തുമ്പോൾ ഞാൻ അമ്മയോട് പറയും, ഇത് നാണം കെട്ട പരിപാടിയായിപ്പോയി എന്ന് പറയും, ഉള്ളിൽ പറയും. എന്താ കാര്യം? ദൈവത്തെക്കുറിച്ച് ആയും കായ്ക്കായും അറിയാത്ത ആൾക്കാർക്ക് ദൈവം വളരെ സംരംഭനായി തീരുമ്പോൾ ഇനി ഈ കുന്തങ്ങൾ ഒരിക്കലും ദൈവത്തെക്കുറിച്ച് പഠിക്കത്തില്ല, ദൈവത്തിന് വേണ്ടി ജീവിക്കത്തില്ല, ദൈവത്തെ അന്വേഷിക്കത്തില്ല. ഇത് സിമ്പിളാണ്, ഈസിയാണ്, എങ്ങനെ ജീവിക്കാം, ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ള തെറ്റായ ധാരണ വരും. ഉടമ്പടി അങ്ങനെ ഒരു ധാരണ ഉണ്ടാകരുത്. കാര്യം ഇത് നിങ്ങളുടെ കൂടെ ദൈവം വന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാർവതിയുടെ സാക്ഷ്യത്തിന് എടുക്കാം. പാർവതിയുടെ അവസ്ഥ അറിയാമല്ലോ, നിങ്ങളെ സാക്ഷ്യം ഒന്ന് കേൾക്കണമല്ലായിരിക്കും. പെരുമ്പാ ഒരു കാര്യമാണ്, പാർവതി അമ്മയും ആ പാർവതിക്ക് 21 വയസ്സുള്ളപ്പോൾ അമ്മനെയും അവളുടെ അനിയത്തിനെയും കൂടി ഉപേക്ഷിച്ചിട്ട് അപ്പൻ വീട്ടിട്ട് വേറെ ഒരു സ്ത്രീയുടെ കൂടെ കുടുംബജീവിതത്തിലേക്ക് ജീവിക്കുകയാണ്. ഒന്ന് ചിന്തിക്കുക. അപ്പോൾ അപ്പനില്ല, പാർവതിക്ക് അമ്മയുണ്ട്, അനിയത്തിയുണ്ട്, ഇവർ 3 പേരും പെട്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ പഠിത്തം നിർത്തി. കുറേ കുടുംബം ഇനി ഭക്ഷണം കഴിച്ച് പോകണമെന്നുണ്ടെങ്കിൽ അവൾ കൂടി ജോലിക്ക് പോകണം, പഠിത്തം നിർത്തി. അപ്പോൾ ഈ മനുഷ്യന്മാരെന്ത് സങ്കടപ്പെട്ടാൽ ജീവിക്കണം എന്ന് ചോദിക്കേ. അപ്പോൾ പാർവതിയുടെ അമ്മ ഈ സമയത്ത് വന്നിട്ട്, കാര്യം
മനുഷ്യന് ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണ്? ആണും തുണയെ നിന്ന ആൾക്കാർ ഒരു സുപ്രഭാതത്തിൽ ആ കുടുംബം ഇട്ടും പോവുകയാണ്. പിന്നെ എങ്ങനെ ജീവിക്കാം? അപ്പോൾ നമുക്ക് ആരുമില്ല എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ ആത്മഹത്യ ചെയ്ത് കളയും. ഇപ്പോൾ 2 പെൺമക്കളുണ്ടാവുകൊണ്ട് അവരങ്ങനെ ആത്മഹത്യ ചെയ്തില്ല. പക്ഷെ അവർ ആരോ പറഞ്ഞിട്ട് ആലപ്പുഴ ഉടമ്പടി മാതാവുണ്ട്, മാതാവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സമാധാനം ഉണ്ടാകും. ഇന്നത്തെ മനുഷ്യൻ്റെയൊക്കെ ചിന്ത അങ്ങനെയാണ്. എന്തെങ്കിലും ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ ആലപ്പുഴ മാതാവുണ്ടല്ല എന്നുള്ള ഒരു ചിന്തയാണ് ആൾക്കാർക്ക് ഉള്ളത്. ഉടനെ അവർ ഒറ്റയ്ക്ക് ഇവിടെ വരും. പാർവതിയുടെ അമ്മ ഒറ്റയ്ക്ക് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കും. ഉടമ്പടി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒറ്റയ്ക്ക് വന്നിപ്പോൾ തീർത്ഥാടന കേന്ദ്രത്തിൽ അതുപോലെ തന്നെ പെരുന്നാൾ സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കണവരല്ലല്ലോ ഉടമ്പടി. അതാണ് എൻ്റെ വ്യത്യാസം എന്ന് പറയണത്. നമ്മളിവിടെ വരുമ്പോൾ നമ്മൾ ഒരു കാലത്ത് ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ ജീവിതം അങ്ങോട്ട് മാറുകയാണ്. എന്താണ്? ദൈവവും നമ്മളും തമ്മിൽ ഒരു കാലത്തും കണ്ടുപിടിയിട്ടില്ല, കേട്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോഴെന്താണ്? നമ്മുടെ കുടുംബ അംഗമായിട്ട് പെട്ടെന്ന് ഈ 3 മണിക്കൂർ കൊണ്ട് മാറും. 3 മണിക്കൂർ കൊണ്ട് നീ സത്യസന്ധനാണെങ്കിൽ ഇന്ന് വരെ ദൈവമായിട്ട് നിനക്കൊരു ബന്ധമില്ലാത്ത ആൾ, ദൈവത്തിനെതിരെ ജീവിക്കുന്ന ആൾ, ഈ ഒരു അസന്മാർഗിയായിട്ട് ജീവിക്കുന്ന ലഹരിക്ക് അടിപ്പെട്ട ആളാണെങ്കിലും ഒരിക്കൽ നീ തകർന്ന് തരിപ്പണമായി ഇനി ആർക്കും നിന്നെ നന്നാക്കാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ച് നിരാശയായിപ്പോയി വിചാരിച്ചു. പക്ഷെ വൺസ് ഉടമ്പടിയുടെ അടുത്ത് ചെല്ലുമ്പോൾ ദൈവം നിന്നെ ഏറ്റെടുക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചില ആൾക്കാർ മണ്ണിൽ ചവിട്ടുമ്പോൾ തന്നെ അവർ തീരുമാനിക്കും, ഞാനിനി ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാൻ പോവുകയാണ്, അതിനുവേണ്ടി എന്ത് കഷ്ടപ്പെടാനും ഞാൻ സഹിക്കും, ദൈവം അമ്മ എന്നെ സഹായിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് ഇവർ ഉടമ്പടി എടുക്കണമെങ്കിൽ തന്നെ മാറും. ഉടമ്പടി എടുക്കണമെങ്കിൽ തന്നെ ഇവർ മാറും. കാര്യം അവർ തീരുമാനം, കാര്യം മാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തീരുമാനം. ഇപ്പോൾ ധൂർത്തപുത്രൻ മാറുമെന്ന് വെച്ചാൽ എന്താ? ഇറ്റ്സ് എ ഡിസിഷൻ. ധൂർത്തപുത്രൻ്റെ കഥ നിങ്ങൾക്കറിയാമല്ലോ. എന്താണ്? ഒരു അപ്പൻ 2 മക്കളുണ്ടായിട്ട് ഒരുത്തൻ പറഞ്ഞ്, അപ്പ എനിക്ക് എൻ്റെ വഴി, നിനക്ക് നിൻ്റെ വഴി, എൻ്റെ സ്വത്തും കണ്ടതാ, ഞാൻ എൻ്റെ വഴിക്ക് പോട്ടെന്ന് വിചാരിച്ചിട്ടുണ്ട്. ആൾ കുടുംബത്തിൻ്റെ പകുതി സ്വത്തും മേടിച്ചുകൊണ്ട് നാട് വിട്ടുപോയി. അവസാനം വേസ്റ്റുകളൊക്കെമായിട്ട് ജീവിച്ച് തറവാടിന് മാനക്കരുണ്ടാക്കി വിറ്റ് ചുട്ട് നശിപ്പിച്ച് നാറാണക്കല്ലും പറിച്ച് പന്നിക്കൂട്ടിപ്പോയി. അവിടുന്ന് തിന്ന തവിട് പോലും കിട്ടാതെ തെണ്ടിത്തിരിഞ്ഞ് ഈ മനുഷ്യന് ദുഃഖം കൊണ്ട് അപ്പനെക്കുറിച്ച് ഓർത്തപ്പോൾ, അപ്പൻ്റെ കൂടെ ജീവിച്ച കാലം ഓർത്തപ്പോൾ തിരിച്ചു വരാൻ വേണ്ടി ഒരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ തിരിച്ച് വരാൻ വേണ്ടി ആഗ്രഹം ഉണ്ടായത് എവിടെയാണ് ഇതിൻ്റെ അയാൾ രക്ഷപ്പെട്ടത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോകും. അതൊരു തീരുമാനമായി അല്ലേ? രണ്ടാമത്തെ തീരുമാനം എന്താണ്? ഞാൻ എൻ്റെ പിതാവിനോട് പറയും. എന്ത് പറയും? പിതാവേ, നിനക്കും ദൈവത്തിനും എതിരായി ഞാൻ പാപം ചെയ്ത് പോയി. അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങൾ കൺഫസ് ചെയ്യും, കുമ്പസാരിക്കും. അതാണ് നമ്മൾ ഉടമ്പടി കുമ്പസാരം ഉള്ളത്.